കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം: എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. അവനെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വേർതിരിക്കുന്നു. നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് പകരപ്പെടുന്ന ഒരനുഭവമുണ്ടാകും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. കുടുംബങ്ങളുടെ ഇടയിൽ നടുവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, മാതാപിതാക്കളുടെ നടുവിൽ വസിക്കുന്ന, ഭാര്യ ഭർത്താവിൻ്റെ നടുവിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ നടുവിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം. കലഹങ്ങളും പിണക്കങ്ങളും വിദ്വേഷങ്ങളും ഭിന്നതകളും മാറി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ നടുവിൽ എൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വസിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പ്രവൃത്തി തികച്ച് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. മർക്കോസിൻ്റെ മാളിക മുറിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്ന 120 പേരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ്, അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, പത്രോസിനെയും പൗലോസിനെയും യാക്കോബിനെയും ശക്തമായിട്ടെടുത്ത് ഉപയോഗിച്ച പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളുടെ നടുവിൽ വസിക്കത്തക്കവണ്ണം നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കൃതാവിക്തമായിട്ട് ജനത്തോട് പറയുന്നു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ നടുവിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വസിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിറഞ്ഞ് ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.